അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസ്റിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആനിലെ പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സൂറ ആൽ ഇമ്രാനിലെ 191 വചനം നമുക്ക് ഇപ്രകാരം വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. പ്രസ്തുത വചനത്തിൻ്റെ തൊട്ട് മുമ്പ് വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വലില്ലാഹി, അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. മുൽക്ക്, രാജാധികാരം, ഭരണാധികാരം, നിയന്ത്രണാധികാരം എന്നൊക്കെ നമുക്ക് പറയാം. അസ്സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിയന്ത്രണാധികാരം, രാജാധികാരം, ഭരണാധികാരം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. അപ്പോൾ അള്ളാഹുവിന് ഒരുപാട് കഴിവുകൾ ഉള്ളതിൽ ചില കഴിവുകളാണ് നമ്മളെടുത്ത് പറയുന്നത്. ആകാശവും ഭൂമിയും, ആകാശങ്ങളും ഭൂമിയും, അതിൻ്റെ നിയന്ത്രണാധികാരം, നിർമ്മാണാധികാരം, പരിപാലനാധികാരം എല്ലാം അവൻ്റെ കയ്യിലാണ്. എന്നിട്ട് പറയുന്നു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും അവന് കഴിവ് ഉണ്ട്. ഇത് മാത്രമായിട്ട് അവസാനിക്കുന്നതുമല്ല. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ആൻഡ് ടു അല്ലാഹ് ബിലോങ്സ് ദ കിങ്ഡം ഓഫ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്. ഭൂമിയും ആകാശങ്ങളും അതിലെ അധികാരങ്ങളും എല്ലാം അള്ളാഹുവിന് അധീനപ്പെട്ടതാണ്, അവൻ്റേതാണ്. ആൻഡ് അല്ലാഹ് ഹാസ് പവർ ഓവർ ഓൾ തിങ്സ്. ഇനി ഇത് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് എല്ലാ കാര്യത്തിനും അവന് കഴിവുണ്ട്. അപ്പോൾ ബാക്കി എന്തൊക്കെ കഴിവുകളാണ് എന്നുള്ളത് ഒന്നും മനുഷ്യർ കണ്ടിട്ടില്ല. കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. മരണാനന്തരം അവനൊരുക്കി വച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വെറും അറിവുകൾ മാത്രമാണ്, വെറും വാക്കുകളിലൂടെ ഉള്ള അറിവുകൾ. അത് അനുഭവ അറിവിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന സമയം ഇതാ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്രയെത്ര ജനതതി ഈ ഭൂലോകം വിട്ട് അവൻ്റെ അടുത്തേക്ക് പോയിരിക്കുന്നു. അവൻ്റെ സൃഷ്ടികൾക്ക് ഒരു ചെറിയ തടസ്സം വരുന്നുണ്ടല്ലോ.
ഓക്കെ, ഇതൊരു ചെറിയ ഖലീഫത്തുള്ള ഈ വചനത്തിന് നൽകുന്ന വിശദീകരണം: വെരിലി Allah wants to make known that indeed all powers are in his hands. എല്ലാ അധികാരങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ന് അള്ളാഹു താല നമ്മളെ അറിയിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. ആൻഡ് ജസ്റ്റ് ലൈക്ക് ഹി ഹാസ് കൺട്രോൾ ഓവർ ആൾ ഹെവൻസ് ആൻഡ് എർത്ത്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ നിയന്ത്രണങ്ങളും അധികാരങ്ങളും അവനുള്ളതുപോലെ എല്ലാ അധികാരങ്ങളും അവനുള്ളതാണ് എന്ന് അള്ളാഹു താല അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വെരിലി Allah wants to make known that indeed all powers are in his hands and just like he has control over all heavens and earth. ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിയന്ത്രണാധികാരം അള്ളാഹുവിനുള്ളതുപോലെ എല്ലാ അധികാരങ്ങളും അവനുള്ളതാണ് എന്ന് അള്ളാഹു താല അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ വചനത്തിലൂടെ. ലൈക്ക്വൈസ് ഹി നോസ് ഹൗ ടു ഡീൽ വിത്ത് ഈച്ച് വൺ ഓഫ് ഹിസ് ക്രീച്ചേഴ്സ്. അതുപോലെ തന്നെ അവൻ്റെ സൃഷ്ടികൾ ഓരോന്നിനോടും എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് വർത്തിക്കേണ്ടതെന്ന് അവന് നല്ലതുപോലെ അറിയാം. അവൻ്റെ സൃഷ്ടികൾ ഓരോന്നിനോടും എങ്ങനെയാണ് വർത്തിക്കേണ്ടതെന്നും അവന് നല്ലതുപോലെ അറിയാം. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും. ബി ദം ഗുഡ് ഓർ ബാഡ്, അവർ നല്ലവരാകട്ടെ അല്ലെങ്കിൽ കെട്ടവരാകട്ടെ, നല്ലവരാണെങ്കിലും കെട്ടവരാണെങ്കിലും, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും മോശപ്രവർത്തികൾ ചെയ്യുന്നവരാണെങ്കിലും, അവരെ എങ്ങനെയാണ് ഓരോരുത്തരെയും കൈകാര്യം ചെയ്യേണ്ടതെന്ന് അള്ളാഹുവിന് നല്ലതുപോലെ അറിയാം. ഹി ഷാൽ ഇനവിറ്റബിളി ഹെൽപ്പ് ഹിസ് മെസ്സഞ്ചേഴ്സ്. തീർച്ചയായിട്ടും ഒരു ഒഴിവ് കഴിവുമില്ലാത്ത നിലയിൽ അള്ളാഹു താല അവൻ്റെ ദൂതന്മാരെ സഹായിക്കുക തന്നെ ചെയ്യും. ആൻഡ് സിൻസിയർ സെർവൻസ്, അതുപോലെ നിഷ്കളങ്കരായ ദാസന്മാരെയും ഈ പ്രവാചകന്മാരോടൊപ്പം ചേർന്ന് നിന്ന് നിഷ്കളങ്കമായ ജീവിതം നയിക്കുകയും ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്കരെയും അവൻ തീർച്ചയായിട്ട് ഇന്നവിറ്റബിളി ഹെൽപ്പ്, അനിവാര്യമായും അവൻ സഹായിച്ചിരിക്കും. ടുവേഴ്സ് ആൻ എൻറിച്ചിങ് ആൻഡ് ക്ലിയർ വിക്ടറി, അങ്ങനെ ജ്ഞാനവർദ്ധകമായ അറിവ് വർദ്ധിപ്പിച്ചു കൊടുത്തും, എൻറിച്ചിങ് അല്ലെങ്കിൽ സമ്പുഷ്ടമായ നിലയിൽ അവർക്ക് വേണ്ടുന്ന അറിവുകൾ പ്രദാനം ചെയ്തുകൊണ്ട്, ആൻഡ് ക്ലിയർ വിക്ടറി, വ്യക്തമായ വിജയവും നൽകും. ആൻഡ് റെഡ്യൂസ് ടു നത്തിങ് ദെയർ എനിമീസ്, അവരുടെ ശത്രുക്കളെ, അവരെ പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ശത്രുക്കളെ അവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും അല്ലാഹു തആല. ആൻഡ് റെഡ്യൂസ് ടു നത്തിങ് ദെയർ എനിമീസ്. ഫോർ വെരിലി ദ പ്രോമിസ് ഓഫ് അല്ലാഹ് ഈസ് ട്രൂ. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമായി പുലരുക തന്നെ ചെയ്യുന്നതാണ്. ആൻഡ് ദ ഫൈനൽ വിക്ടറി ഷാൽ ബി ഫോർ ഇസ്ലാം ആൻഡ് മുസ്ലിംസ്. തീർച്ചയായിട്ടും അന്തിമ വിജയം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും തന്നെ ആയിരിക്കും. ഇൻ ഇറ്റ്സ് കംപ്ലീറ്റ് ഓതൻറ്റിസിറ്റി, എല്ലാവിധ പ്രാമാണ്യത്തോടും കൂടി എല്ലാ നിലയിലും ഇൻഷാ അല്ലാഹ് അത് വിജയിക്കുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളും തന്നെയായിരിക്കും. എന്തൊക്കെ ഈ ഭൂമുഖത്ത് അരങ്ങേറിയാലും ഇത് അല്ലാഹു തആല ചെയ്ത വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം അനുസരിച്ച് ഇസ്ലാമും മുസ്ലിങ്ങളും, അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനം ഇത് അള്ളാഹുവിൻ്റെ അധ്യാപനമാണ്. അത് പഠിപ്പിക്കുവാനും വിശദീകരിക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള ഏർപ്പാടും അല്ലാഹു തആല തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അന്തിമമായി അത് ഫോളോ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യുന്നതാണ്. അല്ലാഹു തആലയുടെ പ്രത്യേകമായ സംരക്ഷണയിൽ നമ്മളെല്ലാവരും ആയിരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു.